السلام عليكم ورحمة الله. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أشهد أن لا إله إلا الله وحده لا شريك له وأصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة وإذا ذكر من دونه إذا هم يستبشرون. അഭിമന്യരായ അധ്യക്ഷരെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഇസ്ലാമിന്റെ മൗലികമായ വിഷയം, ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് അഥവാ അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. ലാ മഅബൂദ ബിൽ ഫിൽ വുജൂദി ബിഹഖിൻ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിർവചനം. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം. യുഗയുഗാന്തരങ്ങളായി തലമുറകളായി മനുഷ്യ മക്കൾക്ക് ഇസ്ലാം നൽകിയ അതിവിശിഷ്ടമായ സാരോപദേശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്. ഈ സന്ദേശം, മഹിതമായ ഈ സന്ദേശത്തിന് ഒരു കാലഘട്ടത്തിലും സന്തോഷപ്രദമായ ഒരു സ്വീകരണം ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് രാജ്യത്ത് ഒരു കാലഘട്ടത്തിലും, ഒരു പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അതിന് ആവശ്യമായ സ്വീകാര്യത ലഭിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. അതെന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഭൗതികമായി ക്ഷീണിക്കുമ്പോഴാണ്, പ്രയാസപ്പെടുമ്പോഴാണ്, കഷ്ടാരിഷ്ടങ്ങൾ അനുഭവിക്കുമ്പോഴാണ് മനുഷ്യൻ ഒരു അത്താണി തിരയുന്നത്. ആ ഭൗതികമായ ഒരത്താണിയായിക്കൊണ്ടല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഭൗതികമായി മക്കളുണ്ടാവാൻ, ഭൗതികമായി സ്വത്തുണ്ടാവാൻ, ഭൗതികമായ കാര്യലാഭങ്ങൾ ഒരുപാട് ഉണ്ടായിത്തീരാൻ വേണ്ടി ഉള്ള മാധ്യമമല്ല ഇസ്ലാം മതം. ഇസ്ലാം മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന നിരവധി പരീക്ഷണങ്ങളുടെ മുമ്പിൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരത്താണിയായിട്ടാണ് ഇസ്ലാം മതത്തെ ഇസ്ലാം തന്നെ പരിചയപ്പെടുന്നത്. നിരവധി പരീക്ഷണങ്ങളുടെ, പ്രയാസങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ, ദുരിതങ്ങളുടെ, പട്ടിണികളുടെ ഒരു വലിയ പരീക്ഷണ സംരംഭങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഏകനായ റബ്ബുമായുള്ള ബന്ധം മനുഷ്യൻ പുലർത്തേണ്ടത്. അപ്പോഴാണ് ആ മനുഷ്യനെ സംബന്ധിച്ചോളം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അവന് ഏറ്റവും മധുരതരമായ ഒരു അനുഭവമായി മാറുന്നത്. കാരണം മനസ്സിന് ഒരു സംഘർഷവും ഉണ്ടാവുകയില്ല. എല്ലാ സംഘട്ടനങ്ങളും പടച്ച തമ്പുരാൻ തന്നെ പരീക്ഷിക്കുന്നത്, തനിക്ക് കഷ്ടപ്പാടുകൾ നൽകുന്നത്, തനിക്ക് ബുദ്ധിമുട്ടുകൾ നൽകുന്നത്, തനിക്ക് സ്വർഗം നൽകാൻ വേണ്ടിയാണ് എന്ന വിശ്വാസത്തിലൂടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കടന്നു പോകുന്നത്. ഭൗതികമായി ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് പടച്ച തമ്പുരാൻ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, പ്രവാചകന്മാർ സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലേക്ക് പ്രബോധനം ചെയ്യുമ്പോൾ അവരാദ്യമായി ഈ പ്രപഞ്ചനാഥനായ പരമ കാരുണ്യകനായ, കരുണയുടെ കരകാണാക്കടലായ റബ്ബ് ഭൂലോകത്ത് നൽകിയ, മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഏകനായ റബ്ബിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത്.
മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തോട് പ്രബോധനം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ ധാരധാരയായി ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നില്ലേ? യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹീതമായ വെള്ളം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു കാരണവശാലും മാറ്റി നിർത്താൻ കഴിയാത്ത അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ വശമാണ്. അത് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞന് കണ്ടുപിടിക്കാൻ കഴിയുന്നതല്ല വെള്ളം. മനുഷ്യർക്ക് മാത്രമല്ല, മനുഷ്യൻ ഏതൊരു ജീവികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ആവശ്യമുള്ളതാണ് വെള്ളം. വെള്ളം വരുന്നതോ വെള്ളമില്ലാത്ത ആകാശ ലോകത്ത് നിന്ന്, വെള്ളം ഇറക്കുന്നതോ വെള്ളമുള്ള ഭൂമിയിലേക്കാണ്. അങ്ങനെ ധാരധാരയായി പടച്ച തമ്പുരാൻ അവന്റെ ഏറ്റവും വലിയ ശാസ്ത്രീയമായ പ്രവർത്തന ഫലമായി ഈ ലോകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമുണ്ട്, സൂര്യൻ. ആ സൂര്യന്റെ പ്രകാശമേറ്റ് ചൂടേറ്റ് അത് ബാഷ്പീകരിച്ച് അവ ആകാശത്തിലേക്ക് ഉയർത്തി അവ ഘനീഭവിപ്പിച്ച് അവയെ മേഘക്കട്ടകളാക്കി രൂപാന്തരപ്പെടുത്തി മഴ വർഷിപ്പിക്കുന്നതിനെ ഉണർത്തിക്കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലേക്ക് നൂഹ് നബി തന്റെ സമുദായത്തെ ക്ഷണിച്ചത്. എന്നിട്ട് പറഞ്ഞു, വയുംദിദുകും ബി അംവാലിൻ വബനീൻ, നിങ്ങൾക്ക് മക്കൾ നൽകി. മക്കളുള്ളവർക്ക് മക്കൾ സന്തോഷമാണ്, മക്കൾ അള്ളാഹുവിന്റെ ദാനമാണ്. മക്കൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പടച്ച തമ്പുരാൻ നൽകുന്ന ഹിബയാണ്, സമ്മാനമാണ്, പാരിതോഷികമാണ്. ആ മക്കൾ അള്ളാഹു നിങ്ങൾക്ക് നൽകി. വയജഅലക്കും, അവൻ നിങ്ങൾക്ക് ആക്കി തന്നു, നിങ്ങൾക്ക് അള്ളാഹു ഉണ്ടാക്കി തന്നു. യുംദിദുകും ബി അംവാൽ, ഒരുപാട് സമ്പത്തുകൾ നൽകിക്കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹിച്ചു. വബനീൻ, മക്കളെ നൽകി അനുഗ്രഹിച്ചു. വയജഅലക്കും ജന്നാത്ത്, ഒരുപാട് എസ്റ്റേറ്റുകൾ, ഒരുപാട് തോട്ടങ്ങൾ, ഒരുപാട് കാരക്കയും ഈത്തപ്പനയും എന്ന് മാത്രമല്ല മുന്തിരിയും ആപ്പിളും അതുപോലെ തന്നെ എല്ലാത്തരം വിഭവങ്ങളുമുള്ള പച്ചക്കറികൾ, എന്തെല്ലാം വെറൈറ്റികളാണ് പടച്ച തമ്പുരാൻ ഇവിടെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. ഇതൊന്നും മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചുണ്ടായതല്ല എന്ന് ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, വയജഅലക്കും അൻഹാറ, കേരളത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ എത്രയാണ്. ആ നദികൾ മനുഷ്യകുലത്തിന് ചെയ്യുന്ന സേവനം എന്താണ്? ആ നദികളെ ഒഴുക്കി വിട്ടവൻ ആരാണ് എന്ന് ചിന്തിപ്പിക്കുകയാണ് പടച്ച തമ്പുരാൻ. വയജഅലക്കും അൻഹാറ, ഈ ഇത്രയും അനുഗ്രഹം നൽകിയ റബ്ബിന്റെ പ്രീതി എന്തുകൊണ്ട് നിങ്ങൾ തേടുന്നില്ല എന്നായിരുന്നു നൂഹ് നബിയുടെ ചോദ്യം. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, ആ പടച്ച തമ്പുരാന്റെ പ്രീതി എന്തുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കാത്തത്? അതിനുവേണ്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിക്കാത്തത് എന്നായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അറിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഒരു പ്രാവശ്യം വായിച്ചു നോക്കണം. അപ്പോഴാണ് ഈ പ്രപഞ്ചനാഥനായ റബ്ബിനോട് വേണ്ടി മാത്രം, അവൻ മാത്രം ഒരുക്കി തന്ന, അവനല്ലാത്ത ആരും ഒന്നും ഒരുക്കിയിട്ടില്ല എന്ന കാര്യം നാം അറിയണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫഅലം, നീ പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല എന്ന വിഷയം നീ പഠിക്കണം. അല്ലാതെ പഠിക്കാതെ ഒരു കാരണവശാലും നീ അല്ലാഹുവിലേക്ക് അടുക്കേണ്ടതില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അണുക്കളെ കുറിച്ചും ഓരോ അംശങ്ങളെ കുറിച്ചും നീ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈആ, നിങ്ങൾ നിങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല, ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. എങ്ങനെ ചിരിക്കണം, എങ്ങനെ കളിക്കണം, എങ്ങനെയാണ് ഭക്ഷിക്കേണ്ടത്, എല്ലാ സൗകര്യങ്ങളും പടച്ച തമ്പുരാൻ ജന്മത്തോടു കൂടി ഉണ്ടാക്കി തരികയാണ്. നമ്മൾക്ക് പടച്ച തമ്പുരാൻ നൽകിയ രണ്ട് കണ്ണുകളുണ്ടല്ലോ, അലം നജഅൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണുകൾ നാം നിനക്ക് നൽകിയില്ലേ എന്ന ചോദ്യം, ആ രണ്ട് കണ്ണ് നിങ്ങൾ മാറ്റിവെച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്ത് വൈരൂപ്യമാണ് ഉണ്ടാകുക. നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ മനോഹാരിതക്ക് ഏറ്റവും കൂടുതൽ, നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള വസ്തു അള്ളാഹു നൽകിയ കണ്ണാണ്. ആ കണ്ണിന് രൂപകൽപ്പന കൊടുത്തത് രക്ഷിതാക്കളല്ല, ഉപ്പയല്ല, ഉമ്മയല്ല, അച്ഛനല്ല, അമ്മയല്ല, പിന്നെയോ പടച്ച തമ്പുരാനാണ്.
അതുകൊണ്ടാണ് റബ്ബിനെ അറിയണം. നീ പഠിക്കണം ആരാണ് റബ്ബ്. നിന്റെ റബ്ബ് നീ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് വരുമ്പോൾ നിനക്ക് സയൻസ് എന്തെന്നറിയില്ല, ടെക്നോളജി എന്തെന്നറിയില്ല, ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും സുവോളജിയും നിനക്ക് അറിയുമായിരുന്നില്ല. ഖുർആൻ പറയുന്നു ആ സമയത്ത് വന്നതിന് ശേഷം നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് കനിഞ്ഞരുളിയ അനുഗ്രഹമാണ് കേൾവി, കാഴ്ച, മനസ്സ്, ഹൃദയം. ഇതെല്ലാം പടച്ചതമ്പുരാൻ നമുക്ക് നൽകി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ അനുഗ്രഹീതനായ റബ്ബിന് ആ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒന്നേ ഉള്ളൂ, എല്ലാം നൽകിയ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ നേർച്ചകളും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ കാണിക്കകളും നിങ്ങൾ ഏതെല്ലാം നിലക്ക് ആരാധനയായി ചെയ്യുന്ന പ്രാർത്ഥനകളും കീർത്തനങ്ങളും ഒക്കെ ഈ പ്രപഞ്ചത്തെയും നമ്മെയും സൃഷ്ടിച്ച് നമുക്ക് ആവശ്യമായ സർവസ്വവും ഒരുക്കി തന്ന പടച്ച തമ്പുരാനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും നിർവഹിക്കാൻ പാടുള്ളൂ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ഫിൽ വജൂദി ബിഹഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഭൂലോകത്ത് ഒരാൾക്കും ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഏതെങ്കിലും പ്രതിമക്കോ ഏതെങ്കിലും ബീവിക്കോ ഏതെങ്കിലും ഔലിയക്കോ ഏതെങ്കിലും മഖബറകൾക്കോ ഏതെങ്കിലും കനീസകൾക്കോ പ്രാർത്ഥനകളും നേർച്ചകളും നിർവഹിക്കാൻ പാടില്ല എന്ന തത്വമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തി. പടച്ചതമ്പുരാന്റെ ഭൂമിയിലെ കൂട്ടുകാരൻ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും അവസാന നിമിഷം വരെ ഏകനായ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി സമൂഹത്തിൽ ഓടി നടന്ന് അവസാനം ഭൂമുഖത്ത് നിന്ന് യാത്രയായപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രൂപത്തിൽ പ്രതിരൂപങ്ങൾ ഉണ്ടായി, വിഗ്രഹങ്ങൾ ഉണ്ടായി. മക്കം ഫത്ഹിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ആ കഅബയുടെ താക്കോൽ കൊണ്ട് തന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് അത് തുറക്കാൻ പറയുകയും നബി അതിന്റെ അകത്ത് കടന്നു നോക്കുമ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അവരുടെ ഭാഗ്യശോടതികളുടെ നറുക്കുമായി നിൽക്കുന്ന വിഗ്രഹമായി നിൽക്കുന്ന രംഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീരോടുകൂടി കാണുകയും ആദ്യമായി കൈവച്ചത് ഇബ്രാഹിം നബി എന്ന് പറയുന്ന വിഗ്രഹത്തിന്റെ മുകളിലായിരുന്നു. കൈവച്ച് പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. രണ്ടാമത് പുറത്തേക്ക് എറിയുന്നത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. പിന്നീട് പുറത്തിറക്കുന്നത് ലാത്തയെയാണ്, പിന്നീട് ഉസ്സയെയാണ്, മനാത്തയെയാണ്, ഹുബലിനെയാണ്. ഇതൊക്കെ വിഗ്രഹങ്ങളാണ്. ഇതൊക്കെ നല്ല നല്ല മനുഷ്യരാണ്. നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാം വിഗ്രഹങ്ങൾ മാത്രമാണ്. അല്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. സത്യം വന്നു, അസത്യം പൊളിഞ്ഞു. തീർച്ചയായും അസത്യം ഭൂലോകത്ത് നിലനിൽക്കുകയില്ല, തകർന്നടിയും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ധ്വജവാഹകന്മാരായി വന്ന അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒരു കാലഘട്ടത്തിൽ വിഗ്രഹമായി പോയി എന്നത് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. തൗഹീദിൽ നിന്നുള്ള വ്യതിചലനം, ഏകനായ റബ്ബിൽ നിന്നുള്ള വ്യതിചലനം മനുഷ്യകുലത്തിന് പെട്ടെന്ന് സംഭവിക്കും. വളരെ പെട്ടെന്ന് ഉറുമ്പരിക്കുന്ന വേഗതയിൽ അത്ര സാവകാശത്തിൽ മനുഷ്യ ശരീരത്തിലേക്ക് കടന്നുകൂടുന്ന ആദർശ വ്യതിയാനമാണ് മനുഷ്യന് സംഭവിക്കാൻ പോകുന്നത്. ഭൂലോകത്തെ സൃഷ്ടിച്ച് നമ്മെയും സൃഷ്ടിച്ച് നമുക്ക് ഓക്സിജനും വെള്ളവും ഒക്കെ നൽകി എന്താണ് പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന്റെ ശരീരത്തെ കുറിച്ചൊന്ന് പഠിച്ചു നോക്ക്. അല്ലാഹുവിനെ ഇലാഹായി അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടി വരില്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകി 2 കിഡ്നിയെ പറ്റി ചിന്തിച്ചു നോക്ക്. ഒരു കിഡ്നി ഡാമേജ് ആയാൽ അടുത്ത കിഡ്നി ഓട്ടോമാറ്റിക്കലി ചാർജ് ഏറ്റെടുക്കുകയാണ്. അതിനാണ് പടച്ചതമ്പുരാൻ നമുക്ക് 2 കിഡ്നി നൽകിയത്, അല്ലേ? 2 കിഡ്നിയും ഫെയിലിയർ ആയാലോ? 2 കിഡ്നിയും ഓരോ കിഡ്നിയും ചെയ്തിരുന്ന സേവനം എന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിലെ രക്തത്തെ പൂർണ്ണമായി 100% ശുദ്ധീകരിക്കുക എന്ന പ്രവർത്തനത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല 2 കിഡ്നി ഉണ്ടാക്കിയത്. അറിയോ? നമ്മൾ വിചാരിക്കുന്നത് അത് നമ്മൾ അമ്മയും ബാപ്പയും ഉണ്ടാക്കിയതല്ല, തെറ്റിദ്ധരിക്കണ്ട. പടച്ചതമ്പുരാൻ കനിഞ്ഞരുളിയ കരുണയുടെ കരകാണാ കടലായ പടച്ചതമ്പുരാൻ മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറിയാണ്. ആ ഫാക്ടറി ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്താൽ എത്താൻ കഴിയില്ല.
മില്യൺ കണക്കിന് ഊർജം, ഇലക്ട്രോണിക് ഊർജമോ ഇലക്ട്രിക് ഊർജമോ നൽകിയാൽ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം അത്രയും അത്ഭുതകരവും അഭൂതപൂർവമായ വിസ്മയകരമായ പ്രവർത്തനങ്ങളുടെ ഫാക്ടറിയാണ് ഒരു മനുഷ്യൻ. 100% ബ്ലഡ് ക്ലിയർ ചെയ്യേണ്ട ബാധ്യതയാണ് നമ്മുടെ 2 കിഡ്നിക്കുള്ളത്. ആ കിഡ്നിയിൽ ഒന്ന് ഫെയിലിയർ ആയാൽ അടുത്ത ആ ചാർജ് ഏറ്റെടുക്കും. 2ഉം ഫെയിലിയർ ആയാൽ നമ്മൾ പുറത്തേക്ക് ഡയാലിസിസ് ചെയ്യും. അല്ലേ? നിങ്ങൾ കേട്ടില്ലേ ഡയാലിസിസ് ചെയ്യുന്നത്? എത്രയോ രോഗികൾ ഡയാലിസിസ് ചെയ്യാറുണ്ട് അല്ലേ? 24 മണിക്കൂറിനിടയിൽ ഒരു പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം. ഡയാലിസിസ് ചെയ്യാൻ 4 മണിക്കൂർ മലർന്നു കിടക്കണം. 4 മണിക്കൂർ മലർന്നു കിടക്കണം. അങ്ങനെ 4 മണിക്കൂർ മലർന്നു കിടന്നാൽ രക്തം ശുദ്ധീകരിക്കുന്നത് കേവലം 10%. 100% ശുദ്ധീകരണം നടത്തുന്ന പടച്ചതമ്പുരാന്റെ കിഡ്നി അത് ഫെയിലിയർ ആകുമ്പോൾ മനുഷ്യന്റെ ബുദ്ധി പ്രവർത്തിച്ചതിന്റെ, അള്ളാഹു മനുഷ്യന് കനിഞ്ഞരുളിയ ബുദ്ധി പ്രവർത്തിച്ചതിന്റെ ഫലമായി ബ്ലഡ് അങ്ങ് കയറ്റുകയാണ്. എന്നിട്ടോ 48 മണിക്കൂർ പിന്നീട് അവൻ എന്തു ചെയ്യണം? വിശ്രമിക്കണം. ഒന്നുമില്ലാതെ നടക്കുകയാണ്. പടച്ചതമ്പുരാന്റെ ദൗത്യം എത്ര മനോഹരം, എത്ര ചിന്താർഹം! മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അള്ളാഹുവിനെ കണ്ടെത്തണം. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഫഅലം, നീ പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന കാര്യം നീ പഠിക്കണം എന്നാണ് വിശുദ്ധ ഖുർആന്റെയും പ്രവാചകന്റെ നിർദ്ദേശങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെന്തിനാണെന്ന് അറിയാമോ? ഇത്ര വ്യവസ്ഥാപിതമായി പഠിച്ച് ഒരു മതത്തിന്റെ അനുയായിയായി ജീവിക്കുമ്പോൾ മാത്രമേ അവൻ മതാനുയായി ആവുകയുള്ളൂ. മറ്റതൊക്കെ സ്പിരിറ്റാണ്. ഒരു മുസ്ലിം മാതാപിതാവിൽ നിന്ന് ജനിച്ചു, ഇബ്രാഹിം എന്നോ അബ്ദുൽ ലത്തീഫ് എന്നോ പേരിട്ട് അവൻ ഇവിടെ കാണുന്ന എല്ലാ തിന്മകളെയും പ്രതിരോധിക്കാൻ വരുമ്പോൾ നന്മ എന്താണെന്ന് പോലും അറിയാത്ത വ്യക്തിയായി മാറുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ നന്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്ത് വെച്ച് ഡയാലിസ് ചെയ്ത് നിങ്ങൾ സുഖം പ്രാപിക്കുമ്പോൾ ആ ഡയാലിസ് ചെയ്ത ഡോക്ടറുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിയിട്ട് താങ്ക് യു ഡോക്ടർ, താങ്ക് യു ഡോക്ടർ, നന്ദി പറയുന്നു ഡോക്ടർക്ക്, അല്ലേ? ആ നന്ദി നിങ്ങൾ പ്രപഞ്ചനാഥനായ റബ്ബിനോട് നിർവഹിക്കണമെന്നാണ് ഇസ്ലാം ദീൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ലോകത്ത് വിധ്വംസക പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വർഗീയ പ്രവർത്തനങ്ങളോ തിന്മയാർന്ന പ്രവർത്തനങ്ങളോ അല്ല ഇസ്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ നന്ദിയുള്ള ജീവിയായി ജീവിക്കാൻ മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ മതം. മനുഷ്യന് നന്ദിയുള്ളവനാകണം, വേണ്ടേ? നിങ്ങൾക്ക് മാരകമായൊരു രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത് ആ അഡ്മിറ്റിന് ശേഷം രോഗം അല്പം സുഖമായി ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളെ ചികിത്സിച്ച മുഴുവൻ നഴ്സുമാർക്കും ഉപഹാരങ്ങൾ നടക്കാറുണ്ട്. ഡോക്ടർമാർക്ക് ഉപഹാരം കൊടുക്കും. അവിടെ സ്വീപ്പറായി റൂം വൃത്തിയാക്കാൻ വന്നവരോട് നിങ്ങൾ നന്ദിപൂർവ്വം അവർക്കും ഉപഹാരം കൊടുക്കാറുണ്ട്. പടച്ചവന് മാത്രം ഇല്ല. അവിടെയാണ് മനുഷ്യന്റെ നന്ദികേട്. അതുകൊണ്ടാണ് അത് പഠിക്കണം. അത് പഠിക്കാതെ നീ മുസ്ലിം ആവല്ല. ഒരു മനുഷ്യൻ മുസ്ലിം ആവണമെങ്കിൽ പഠിക്കണം. മുമ്പ് ഒരാൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഒരു സഹോദരനോട് പറഞ്ഞു, നീ ക്രിസ്ത്യാനി ആവണം. അപ്പോ സഹോദരൻ ചോദിച്ചു, എങ്ങനെയാ ക്രിസ്ത്യാനി ആവേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ഇന്നു മുതൽ എലിയെ ചുട്ടു തിന്നരുത്, പിന്നെ മാമോദിസ മുക്കണം. അപ്പൊ നമുക്കൊരു കാര്യം മുക്കാൻ വേണ്ടി ഓനെ വിളിച്ചു. ഓനോട് പറഞ്ഞു, ഞാൻ വേലായുധനല്ല, ഞാൻ ഔസേപ്പാണ്. ഞാൻ വേലായുധനല്ല, ഞാൻ ഔസേപ്പാണ്. ഞാൻ വേലായുധനല്ല, ഞാൻ ഔസേപ്പാണ്. 3 വട്ടം പറഞ്ഞു. അപ്പോ വേലായുധൻ ചോദിച്ചു, ഇപ്പൊ ഔസേപ്പായോ ചോദിച്ചു. ആയി. ഇനി നീ ചെയ്യേണ്ടത് എലിയെ ചുട്ടും തിന്നാൻ പാടില്ല, കേട്ടോ. മാന്യമായി സംസാരിക്കുക, ജനങ്ങളോടൊക്കെ നല്ല നിലക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നാട്ടിൽ നടക്കുന്ന മുഴുവൻ നല്ല കാര്യങ്ങളിലും ആയിട്ട് അങ്ങനെ നടന്നാൽ മതി. പിന്നെ എന്ത് വിഷമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നീ കർത്താവായ യേശുവിനോട് പറയുക, ഭാരം വഹിപ്പവരെ പാപം ചെയ്തവരെ വരുവിൻ എൻ്റെ അരികിൽ. അദ്ദേഹത്തിന്റെ അടുത്ത് കഴിച്ചില്ല. എന്ത് പാപം ഉണ്ടായാലും അങ്ങോട്ട് ചെന്നാൽ മതി. ഇതാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത്. ശരി, ഓക്കെ. അങ്ങനെ 5-6 മാസം കഴിഞ്ഞപ്പം ഈ ഫാദർ ചോദിച്ചു, അല്ല നീ
ഔസേപ്പായ വകയില് നമുക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ടേ, ഒരു ചെറിയ കോള് തിന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ അങ്ങനെയാണല്ലോ, എന്തിനും കോൾ ഉണ്ടാക്കലാണ് പരിപാടി. അള്ളാഹ്ക്കുള്ള കോള് മാത്രമേ കൊടുക്കാണ്ടൊക്കെയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ തിന്ന് തീർക്കും. അപ്പൊ കോൾ ഉണ്ടാക്കണ്ടേ, കോൾ ഉണ്ടാക്കുക എന്താ വേണ്ടി? അല്ല, നീ വിളിക്കണം എന്റെ വീട്ടിലേക്ക് എന്നെ. അങ്ങനെ സൽക്കാരത്തിന് വിളിച്ചു. അപ്പൊ അവൻ എലി ഇട്ട് വെച്ചിട്ടുണ്ട് ഭക്ഷണത്തിന്. അപ്പൊ അച്ഛൻ ചോദിച്ചല്ല, നീ ഇപ്പൊ ഔസേപ്പായില്ലേ, ആയച്ചോ? പിന്നെന്താ എലി ഇട്ട് വെച്ച്? എലി തിന്നാൻ പാടില്ല എന്നോട് ആദ്യം പറഞ്ഞില്ലേ? അതോ ഞാൻ ഈ എലി തിന്നുമ്പോൾ ഇത് എലിയല്ല പന്നിയാകുന്നു, ഇത് എലിയല്ല പന്നിയാകുന്നു, ഇത് എലിയല്ല പന്നിയാകുന്നു, 3 വട്ടം പറയും, അത് പന്നിയാവൂല്ലോ. ഞാൻ അങ്ങനെയുള്ളപ്പം നിങ്ങളായത് ഇത് നമ്മളെ കഴിയില്ല. മനസ്സിലല്ലേ? ഒരു വളരെ എളുപ്പമുള്ളൊരു മെസ്സേജാ. മനസ്സിലാ? ഈ പണി നാളെ ഒരാൾ മുസ്ലിം ആവാന്ന് വിചാരിച്ചാൽ മുസ്ലിം ആവില്ല. ഇവിടെ പള്ളി തന്നെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞോളെ നമ്മള്. പിന്നെ ഇതൊക്കെ കാനേഷുമാരിയിലാ അതിൽ പെട്ടതാന്ന് വേണമെങ്കിൽ പറയാം. സൊസൈറ്റി, മുസ്ലിം സൊസൈറ്റി മുസ്ലിം അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൊസൈറ്റിയിലുള്ള ഒരു അംഗം എന്ന നിലക്ക് അവരെ കാണാം, അതുകൊണ്ട് വലിയ കാര്യമില്ല. ഇവന് ഇസ്ലാമിനെ പറ്റി പഠിക്കണം, ഇസ്ലാം എന്താണെന്ന് അറിയണം, എന്റെ ബാധ്യത എന്താണെന്ന് അറിയണം, ഞാൻ എന്തിനാ മുസ്ലിം ആയതെന്ന് അറിയണം. മുസ്ലിമിന്റെ ബാധ്യത നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമീൻ. മുസ്ലിങ്ങൾക്ക് അല്ലാഹു വെച്ച പേരെന്താ ഖുർആനിൽ അറിയോ? മുസ്ലിമീൻ, മുഅ്മിനീൻ, മുത്തഖീൻ, മുഹ്സിനീൻ, മുഖ്ബിതീൻ, ഹിസ്ബുല്ലാഹ്, ഔലിയാഉല്ലാഹ്, ഇതൊക്കെയാണ് അല്ലാഹു നമ്മൾക്ക് വെച്ച പേര്. നിഷ്കളങ്കൻ, മുഹ്സിനീൻ, മുസ്ലിമീൻ, ജീവിതം അല്ലാഹുവിന് സമർപ്പിച്ചവൻ, മുഅ്മിനീൻ, പടച്ച തമ്പുരാനിൽ ആത്മാർത്ഥമായി വിശ്വാസമർപ്പിച്ചവൻ, മുത്തഖീൻ, ജീവിതത്തിൽ സൂക്ഷ്മാലുവായി ജീവിക്കുന്നവൻ, മുഖ്ബിതീൻ, വിനയത്തോടുകൂടി ജീവിക്കുന്നവൻ, ഹിസ്ബുല്ലാഹ്, പടച്ച തമ്പുരാന്റെ പാർട്ടിയിൽ ചേർന്നവൻ, ഔലിയാഉല്ലാഹ്, അല്ലാഹുവിന്റെ സുഹൃത്ത്. ഈ ഗുണങ്ങളെല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയില്ല എന്ന തത്വം ഉൾക്കൊള്ളുന്നവനായിത്തീരുന്നത്. കേട്ടോ? ആശയം വളരെ വ്യക്തമായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും നേരം ഇങ്ങനെ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ച തമ്പുരാനോട് മനുഷ്യർക്ക് നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യത, ഭൂമുഖത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ബാധ്യത എന്താണെന്നറിയാമോ? മുആദ് റളിയല്ലാഹു അൻഹു നബി ചോദിച്ചു, ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്? അപ്പോൾ അൻ യഅബുദൂഹു വലാ യുശ്രികു ബി ശൈഅ, അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ, അല്ലാഹുവിന്റെ കഴിവുകളിൽ പങ്കു ചേർക്കാതെ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രംഗത്ത് പങ്കു ചേർക്കാതെ, എല്ലാ ആരാധനകളും, എല്ലാ വിഷമങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ വെക്കുക. കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായി പടച്ചവനെ, ഈ ജീവിതം എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ സമൂഹത്തിനും എന്റെ രാഷ്ട്രത്തിനും എല്ലാവർക്കും ഗുണകരമായി തീരും വിധം അല്ലാഹുവേ നിന്റെ തൃപ്തിക്കൊത്ത് ജീവിച്ച് സ്വർഗം കരസ്ഥമാക്കുന്ന, ഒരു തിന്മയിലും പെടാതെ രക്ഷപ്പെടാൻ സാധിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് മുക്തനാകുന്ന ഒരു മനുഷ്യനാകാൻ അല്ലാഹുവേ നീ എന്നെ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക. അതാണ് ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനോടുള്ള ബാധ്യത. അങ്ങനെ ചെയ്താലോ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം വീടല്ല, നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം ഉന്നതമായ ബിരുദാനന്തര ബിരുദമുള്ള മക്കളല്ല, നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം ഉന്നതമായ ആരോഗ്യമല്ല, നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം ഉന്നതമായ മണിമേടകളല്ല. പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ച് ജീവിച്ചാൽ വഹഖുൽ ഇബാദി അലല്ലാഹ് അല്ലാ യുഅദിബ മൻ ലാ യുശ്രിക് ബിഹി ശൈഅ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ജീവിച്ചാൽ അവനെ ശിക്ഷിക്കാതിരിക്കണം എന്നത് പടച്ച തമ്പുരാന്റെ ബാധ്യതയായി മാറുകയാണ്. നമ്മളെ ശിക്ഷിക്കൂല. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ച് ജീവിച്ചാൽ പടച്ച തമ്പുരാൻ പിന്നെ നമ്മളെ ശിക്ഷിക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുക. ഈ തത്വം പടച്ച തമ്പുരാൻ ഈ നിലക്ക് ജീവിക്കുന്ന ആളുകളായിരിക്കണം എന്ന് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 18ഓളം പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. 18ഓളം പ്രവാചകന്മാരുടെ പേരെടുത്തിട്ട് സൂറത്ത് അൻആമിൽ അല്ലാഹു പറഞ്ഞു. 18 പ്രവാചകന്മാരുടെ പേര് ഒരൊറ്റ ആയത്തിലുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു,
വകുല്ലും മിനസ് സാലിഹീൻ, ഇവരെല്ലാം സുകൃതം ചെയ്തവരാണ്. വകുല്ലൻ ഫളൽനാ അലൽ ആലമീൻ, ഇവരെല്ലാം ലോകത്ത് വെച്ച് അല്ലാഹു ഉത്കൃഷ്ടരായി തെരഞ്ഞെടുത്തവരാണ്. വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചവരാണ്. ഇങ്ങനെയൊക്കെ വിശേഷിപ്പിച്ച ആ പ്രവാചകന്മാരോട് അതേ ആയത്തിൽ അല്ലാഹു പറയുകയാണ് വലൗ അശ്റകൂ, ആ പ്രവാചകന്മാരുടെ ഭാഗത്ത് നിന്ന് തൗഹീദിന് വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടായാൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച മുഴുവൻ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകും, ഒന്നും അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ഉയരുകയില്ല. അങ്ങനെ ഹജ്ജിന് പോയാൽ ഹജ്ജിന്റെ പ്രതിഫലം റബ്ബിലേക്ക് ഉയരണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് നേരെയാവണം. നമസ്കരിച്ചാൽ നമസ്കാരം അല്ലാഹുവിലേക്ക് ഉയരണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് നേരെയാവണം. ഉംറ നിർവഹിച്ചാൽ, നോമ്പ് അനുഷ്ഠിച്ചാൽ, സക്കാത്ത് കൊടുത്താൽ, സദഖ നിർവഹിച്ചാൽ, ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയാൽ അതിന്റെ പ്രതിഫലം റബ്ബിങ്കിൽ നിന്ന് കിട്ടണമെങ്കിൽ ഈ അച്ചുതണ്ടിൽ നിന്നുകൊണ്ടായിരിക്കണം അവന്റെ പ്രവർത്തനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് വ്യതിയാനം ഉണ്ടായാൽ കിട്ടൂല. അങ്ങനെ കിട്ടുകയില്ല എന്ന് പഠിപ്പിക്കാനാണ് ലോകത്ത് വന്ന യേശു അടക്കമുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഖാലൽ മസീഹ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശു പറഞ്ഞു, യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ, ഉബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ആ അല്ലാഹ് എന്ന് പറയുന്നത് റബ്ബി വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. ഞാനല്ല റബ്ബ്, എന്റെ റബ്ബിനെയാണ് ആരാധിക്കാൻ പറയുന്നത്. ഈസാ നബി യേശു ക്രിസ്തു തന്റെ സമൂഹത്തെ പഠിപ്പിച്ചതായിരുന്നു. എന്നിട്ട് അദ്ദേഹം പഠിപ്പിച്ചു, ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹു അല്ലാത്ത ഒരാളെ നേതൃത്വം, ഏതെങ്കിലും തരത്തിലുള്ള നേതൃത്വം അവർ കേൾപ്പിച്ചാൽ, ശിർക്ക് ചെയ്താൽ, ഏതെങ്കിലും സിഫാത്തുകളിൽ പങ്കു ചേർത്താൽ, അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളിൽ പങ്കു ചേർത്തുകൊണ്ട് ഒരാളെ കണ്ടാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം ഹറാമാകുമെന്നാണ് മഹാനായ യേശു തന്റെ അനുചരന്മാരെ പഠിപ്പിച്ചത്. പക്ഷേ മുസ്ലിം സമൂഹം എന്ന് മാത്രമല്ല, എല്ലാ സമൂഹത്തിലും ഈ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വ്യതിയാനം പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമാ ലിൽസാലിമീന മിൻ അൻസാർ, ശിർക്ക് ചെയ്യുന്ന അക്രമികൾക്ക് ഒരു സഹായവും അല്ലാഹുവിൽ നിന്ന് ലഭ്യമാവുകയില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് എങ്ങനെ പഠിക്കണം? ഈ പ്രപഞ്ചത്തിലെ വായനയിലൂടെ പഠിക്കണം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രപഞ്ച വായന പലതരമുണ്ട്. നമുക്ക് അറിയാം, ഖുർആനിൽ അല്ലാഹു പറയുന്നു, അലം നജ്അലിൽ അർള മിഹാദാ, ഭൂമിയെ നിങ്ങൾക്ക് നാം ഒരു തൊട്ടിൽ പോലെ ആക്കി തന്നിരിക്കുകയാണ്. മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ, അവന് ഫാക്ടറി നടത്താൻ, അവന് വീടുണ്ടാക്കാൻ, അവന് കിണറുണ്ടാക്കാൻ, അവന് റോഡുണ്ടാക്കാൻ, അവന്റെ എല്ലാ സൗകര്യങ്ങൾക്കും ഒതുങ്ങും വിധം ഒരു കുഞ്ഞു പൈതലിന് തൊട്ടിലെങ്ങനെ ഉപകരിക്കുമോ ആ വിധം ഭൂമിയെ മനുഷ്യന് ഉപകരിക്കാൻ വേണ്ടി ഒരു തൊട്ടിൽ പോലെ പടച്ച തമ്പുരാൻ ആക്കി തന്നിരിക്കുകയാണ്. അത് നമ്മൾ അറിയിക്കുകയാണ്. എന്തിനാ അറിയോ? ആ റബ്ബിനറിയാം. നിങ്ങൾ അറിയണം ആ റബ്ബിനെ, അതിനു വേണ്ടിയാണ്. ഖുർആൻ പറയുന്നു, വൽ ജിബാല ഉത്തഹദാ, പർവ്വതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്കുള്ള ആണികളായി നിശ്ചയിച്ചതാണ്. ഭൂമിയുടെ സയന്റിഫിക്കൽ ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണത്രേ ഖുർആൻ പറയുന്നു. പർവ്വതങ്ങൾ, മൗണ്ടൻസ്, അതിനെ ഫിറ്റ് ചെയ്തത് അതിനു വേണ്ടിയാണ്. നമ്മൾ ഒരുപാട് പർവ്വതങ്ങൾ ഇളക്കിയെടുത്തു. ഇന്ന് നാം ഇവിടെ കാണുന്ന എല്ലാ മണിമേടകളും, എല്ലാ കെട്ടിട സമുച്ചയങ്ങളും, അതിനടിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, അത് പടച്ച തമ്പുരാൻ ഭൂമിക്ക് വേണ്ടി അതിന്റെ സയന്റിഫിക്കൽ ബാലൻസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പർവ്വതങ്ങൾ അള്ളാഹു സ്ഥാപിച്ചത് ഭൂമിക്കിളക്കം സംഭവിക്കാതിരിക്കാനാണെന്ന് ഖുർആൻ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹു വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ, നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചു. എല്ലാം ഒരുപോലെയല്ല, ആണും പെണ്ണും വ്യത്യസ്തങ്ങൾ, വാരിയെറിഞ്ഞ അരി പോലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ തലയിലുള്ളൊരു മുടി ഈ ലോകത്തിന് ഒരാൾക്കും എന്റെ മുടിയില്ല, അറിയുമോ? അതുകൊണ്ടല്ലേ ഒരു കേസ് ഉണ്ടായാൽ, ഒരു കൊലപാതകം ഉണ്ടായാൽ, ഒരു മുടിനാര് കിട്ടിയാൽ കേസ് തെളിയിക്കാൻ കഴിയും. കാരണം അത് ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിയും. അത്ര വ്യവസ്ഥാപിതമായിട്ടാണ്. എന്റെ തലയിലെ മുടി പോലും എന്റെ മുടി പോലെ കാണുമ്പോ എല്ലാവർക്കും ഒരുപോലെ മുടി, പക്ഷേ കണ്ടൻസ് വ്യത്യാസം. ആരാ പടച്ചോൻ? ആ പടച്ചോൻ അറിഞ്ഞിട്ട് ആ റബ്ബിനോട് അടുക്കാനാണ്
ഇസ്ലാഹി പ്രസ്ഥാനം അടിക്കുകയാണ് മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് പ്രകാശം. ചിലപ്പോൾ ആ മസ്തിഷ്കത്തിൽ വെളിച്ചം ഉണ്ടായേക്കാം, ചില ആളുകൾക്ക് വൈകാരികതയും ഉണ്ടായേക്കാം. ചിലർ പറയുന്ന ഞാൻ നന്നാവില്ല. മുമ്പൊരു കുട്ടിയോട് പറഞ്ഞ ഒരാൾ, മോനെ കാഷ്ടിക്കുമ്പോ ബിസ്ക്കറ്റ് തിന്നരുത്, ഒന്നുകിൽ ബിസ്ക്കറ്റ് തിന്നുക അല്ലെങ്കിൽ കാഷ്ടിക്കുക, രണ്ടിലൊന്നും കണ്ടുകൂടി ഒരുമിച്ച് ചെയ്യരുത്. അപ്പൊ മറ്റോ പറഞ്ഞു, ഞാൻ തീ കുത്തി തിന്നു അനക്കണ്ട. അത് വേറെ വിഷയം. അത് സ്വാഭാവികമായും മനുഷ്യരുടെ ഒരുപാട് അപകടകരമായ ചിന്തകളിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മളെ സംബന്ധിച്ചോളം ആ നിലക്കുള്ള വൈകാരികതയല്ല വേണ്ടത്. നമുക്ക് ചിന്തയും ബുദ്ധിയും കഴിവുമുള്ളവരാണ് നമ്മൾ, മനുഷ്യരാണ് നമ്മൾ. നമ്മൾ നേരത്തെ പറഞ്ഞ വികൃതി കൃതികളല്ല, എന്തെങ്കിലും മറുപടി പറയാൻ വേണ്ടി പറയുന്നവരുമല്ല. നമ്മളെ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന്റെ അവിടെ 2 ഗ്രൗണ്ടാണ്, ഒന്ന് മുന്നിലും ഒന്ന് പിന്നിലുമാണ്. അപ്പൊ മുന്നിലുള്ള ഗ്രൗണ്ടും പിന്നിലുള്ള ഗ്രൗണ്ടും അറിയാത്തൊരു ഫാദർ വയനാട്ടിൽ നിന്നൊരു പരിപാടി സുവിശേഷ പ്രസംഗത്തിന് വന്നു. അവിടെ ഇറങ്ങി സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോ അവിടെ ഒരു സ്റ്റേജോ പരിപാടിയോ ആളോ ആരവങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പൊ അദ്ദേഹം വളരെയധികം വിഷമിച്ചു. എന്തുകൊണ്ടാണ് ഇവിടെ പരിപാടി? അപ്പൊ ഒരു കുട്ടിയെ കണ്ടു, മോനെ വാ, പിന്നെ ഇവിടെ ഒരു സുവിശേഷ പ്രസംഗം നടക്കുന്നുണ്ടല്ലോ. ആ ഉണ്ടച്ചോ, അതെവിടെയാണ്? അത് അപ്പുറത്തെ മൈതാനത്താണ്, ഇവിടെ അല്ല, ഗ്രൗണ്ടിൽ, ഇതിന്റെ അപ്പുറത്താണ്. എന്നാ ഒന്നെങ്കിൽ വഴി കാണിച്ചു. ഓ, കുട്ടി അച്ഛനെയും കൊണ്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ അവിടെ സ്റ്റേജ് ഉണ്ട്, ആളുണ്ട്, ആരവങ്ങളുണ്ട്. അപ്പോ അച്ഛന് വളരെ സന്തോഷമായി. കുട്ടിയോട് പറഞ്ഞു, മോനെ ഒരു ഉപദേശം, നിനക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള പാത കാണിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ വരാൻ വയ്യ അറിയില്ല, എന്നിട്ട് എനിക്ക് സ്വർഗത്തിലേക്ക് വയ്യ കാണിക്കാൻ നടക്കില്ല, എനിക്ക് ആ സ്വർഗം വേണ്ട, ആദ്യങ്ങൾ ഇവിടെ ആൾക്കാള് പഠിക്കും. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം അവൻ പടച്ചതമ്പുരാനെ കണ്ടെത്തുന്നത്. എന്തെങ്കിലും ഏതെങ്കിലും ചെപ്പിടി വിദ്യ കാണിച്ചുകൊണ്ട് മതത്തിലേക്ക് ആളെ ക്ഷണിച്ചിട്ട് കാര്യമില്ല കേട്ടോ. മതം എന്ന് പറയുന്ന ഒരു സത്യമാണ്. അതിനൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ അപ്പത്തൊട്ടുകൾ എറിഞ്ഞു കൊടുത്തിട്ട് മതത്തിലേക്ക് ആളെ കൊണ്ടുകൊണ്ടൊരു കാര്യമില്ല, വേസ്റ്റ് ആണ് അതൊക്കെ. ആദർശബോധം ഉണ്ടാവണം. മതത്തിന് വേണ്ടി താൻ ഉൾക്കൊണ്ട പടച്ചവന് വേണ്ടി തന്റെ ജീവൻ പണയപ്പെടുത്താൻ അള്ളാഹുവെ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന, പട്ടിണി 10,000 കടന്നാൽ മാറാത്ത, മഴയും അതുപോലെ മിന്നും ഇടിയും മഞ്ഞും കൊണ്ട് കിടക്കേണ്ടി വന്നാൽ ഒരു പുരയിടത്തിന് വേണ്ടി എന്റെ മതം ഞാൻ മാറുകയില്ല, എനിക്കിത് സ്വർഗത്തിനുള്ളതാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സാധാരണ നമ്മളിപ്പോൾ ചിലർ പറയല്ലേ, എന്താണ് പോലെ ജീവകാരുണ്യ പ്രവർത്തനം കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ജീവകാരുണ്യ പ്രവർത്തനം തെളിവില്ലാത്ത വിഷയം, തെളിവില്ലാത്ത ആളുകളെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കാനില്ലാണ്ട് വരുമ്പോൾ ആളുകൾ കണ്ടെത്തുന്ന ഏറ്റവും നല്ലൊരു ആയുധാണെന്ത്? ജീവകാരുണ്യ പ്രവർത്തനം. തിന്നാൻ കൊടുക്കുക, അവനെ നമ്മളെ കൂട്ടത്തിലാക്കുക. ഉണ്ടല്ലേ നിങ്ങൾ ചില പീടികയിലൊക്കെ ചെന്നാൻ പാട്, ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്നാൽ ആദ്യം വിളിക്കും, ഓനക്ക് വെള്ളം കൊടുക്കുക, സർവത്ത് കൊടുക്കും, ഒരു ഗ്ലാസ് സർവത്ത് കുടിച്ചാൽ പിന്നെ എന്തെങ്കിലും വാങ്ങണ്ടേ. അപ്പൊ എന്ത് ചെയ്യും? ടവലെങ്കിൽ അവിടുന്ന് വാങ്ങുക, നിവൃത്തില്ല. അത് മനുഷ്യന്റെ ഒരു മനുഷ്യപ്പറ്റ് എന്നുള്ളതിൽ ചൂഷണം ചെയ്യാം. അത് മതത്തിന്റെ വിദഗ്ധമായ നിയമങ്ങളല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു. ഇണകളായി സൃഷ്ടിച്ചിട്ടുണ്ടായതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കോലത്തിലുള്ള ഒരു സന്തോഷമുള്ളത്. ഇതെല്ലാം കൂടി ഇവിടെ അള്ളാഹു പെറുക്കിയിട്ടത് ആണുങ്ങളാണ്, പെണ്ണുങ്ങളില്ലെങ്കിലോ. വെറും പെണ്ണുങ്ങളാണ്, ആണുങ്ങളില്ലെങ്കിലോ. എന്തായിരിക്കും സ്ഥിതി? ഇതിപ്പോ ആകെ ഒരു സമാധാനം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാലും പുറേ ചെന്നൊരു വർത്താനൊക്കെ പറഞ്ഞ് ഓളോട് 2 വർത്താനം പറഞ്ഞ്, ഓൾ നമ്മളോട് 2 വർത്താനം പറഞ്ഞ് കച്ചറായാലും ഇത് കുറച്ചൊക്കെ വർത്താനം പറഞ്ഞിട്ട് സന്തോഷമൊക്കെ ഇതിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പൊ അള്ളാഹു നിങ്ങളെ എണ്ണത്തിന്റെ ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അള്ളാഹു നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചത്. വജഅൽനാ നൗമകും സുബാത്താ, നിങ്ങളുടെ ഉറക്കം നിങ്ങളുടെ വിശ്രമവേളയാണ്. നോക്കണം, നിങ്ങൾക്ക് അള്ളാഹു കൺപീലികൾ നൽകിയത് നമ്മളുടെ ഉപ്പയും ഉമ്മയും ഉണ്ടാക്കി എണ്ണം കണക്കാക്കി ഉണ്ടാക്കി വെച്ചതല്ല കൺപീലി. അത് പൂടുന്നതും അടയുന്നതും തുറക്കുന്നതും അള്ളാഹുവിന്റെ സംവിധാനങ്ങളാണ്. നേർത്ത സംവിധാനങ്ങളെ കുറിച്ച് പോലും പഠിച്ചാൽ എന്താണ് മനുഷ്യൻ ഉറങ്ങുന്നത്, അതിന്റെ ടെക്നോളജി എന്ത് എന്ന് ഇന്നും ശാസ്ത്രത്തിന് അറിയില്ല. മനുഷ്യന്മാരെന്തുകൊണ്ടാണ് ഉറങ്ങുന്നത് കേട്ടോ? അത് നിങ്ങൾക്ക് വിശ്രമവേളയായി അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, വജഅൽനാ നൗമകും സുബാത്താ വജഅൽനാ ലൈല ലിബാസാ, വസ്ത്രം നിങ്ങൾക്ക് നിങ്ങൾ രാത്രിയെ വസ്ത്രമാക്കി. ആ വസ്ത്രം നിങ്ങൾക്ക് ഒരു ഷെൽട്ടറാണ്, നിങ്ങൾക്ക് ഉറങ്ങാനുള്ള ഷെൽട്ടറാണ്. വജഅൽനാ നഹാറ മആശാ, പകലിന് ജീവിതായോധന വേള നേടാൻ അള്ളാഹു ആക്കി തന്നു. ഇപ്പൊ ഇവിടെ ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ
രാത്രി വർക്കും പകല് വിശ്രമവും. അതുപോലെ പകല് വർക്കുള്ള ആളുകളും ഡേ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഓരോട് ചോദിച്ചു നോക്കേണ്ടി, ഓരോട് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ഇനി ഒരു ശാസ്ത്രജ്ഞനോട് അന്വേഷിച്ചു നോക്കൂ, ഒരു വിശഗ്ധനോട് അന്വേഷിച്ചു നോക്കൂ. ഈ മനുഷ്യന്റെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ബയോളജിക്കൽ ക്ലോക്ക് അത് മനസ്സിലല്ലേ? അത് അള്ളാഹു ഉണ്ടാക്കിയ ശാരീരികമായി ബയോളജിക്കൽ ക്ലോക്ക്. മാഷം അപ്പോ ഞാൻ ചോദിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. അതായത് ഒരു ബയോളജിക്കൽ ക്ലോക്ക് അല്ലെ? ആ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. ഞാൻ രാവിലെ 6 മണിക്കാണ് എഴുന്നേൽക്കുന്ന. 6 മണിയാവുമ്പോൾ ഞാൻ എഴുന്നേൽക്കും. നോക്കേണ്ടി നിങ്ങൾ ചില ആൾക്കാർ പറയല്ലേ, ഞാൻ 2 മണിക്ക് ഉറങ്ങിയാലും 4 മണിക്ക് എണീക്കും. അതുകൊണ്ട് ബയോളജിക്കൽ ക്ലോക്കാണ്. അത് പടച്ച തമ്പുരാൻ ബോഡിയിൽ വെച്ച് മനസ്സിലായി. അത് ആ ക്ലോക്ക് ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. എപ്പോ ഭക്ഷണം കഴിക്കണം, ആരാണ് ഈ വിശപ്പ് വന്നു നമ്മളോട് പറയുന്നത്, ദാഹിക്കുന്നു തോന്നുന്നതാണ്, അതാണ് ബയോളജിക്കൽ ക്ലോക്ക് കേട്ടോ. അത് മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. അത് ഘടിപ്പിച്ച് പടച്ചതമ്പുരാനാണ്. അത്ഭുതമാണ്, വിസ്മയങ്ങളാണ്. നമ്മളെപ്പറ്റി മാത്രം അതല്ലേ, നിങ്ങൾ നിങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ആഴവും അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മൻ അറഫ നഫ്സ ഫഖദ് അറഫ റബ്ബ. നഫ്സിനെ, സ്വന്തം ശരീരത്തെ ആര് മനസ്സിലാക്കുന്നുവോ അവന് റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയും. നഫ്സിന്റെ ശരീരത്തെ ഞാൻ മനസ്സിലാക്കിയാൽ മതി. എന്താ നിങ്ങൾ പറഞ്ഞു? ഇവിടെ കണ്ട കൈയിന്റെ വിരലുകളൊക്കെ ഉണ്ടോ? അത്ഭുതല്ലേ? തലയിൽ നിന്ന് മെസ്സേജ് വരണം. ഈ കൈ ഇളകണമെങ്കിൽ, ഇവിടുന്ന് അങ്ങോട്ട് ഇളക്കണമെങ്കിൽ ഇത്ര ഇളക്കിയാൽ മതി, അത് പോരാ, കുറച്ചു മതി. മെസ്സേജിന് വ്യത്യാസം ഉണ്ടാവണം കേട്ടോ. വിരലിന്റെ ഈ തെമ്പ് മാത്രം അനക്കിയാൽ മതിയെങ്കിൽ, ഫുൾ അനക്കണമെങ്കിൽ വേറെ മെസ്സേജ് വരണം. ലക്ഷക്കണക്കിന് വയറിംഗ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച ഫാക്ടറി അത്. തല ഒന്നും അറിയാത്തതുകൊണ്ട് ഇപ്പൊ ആ തല പോണ്ടാച്ചിട്ട് നമ്മളൊക്കെ സർക്കാർ ചെയ്ത് വെച്ചെന്താ വെച്ചാൽ ഒരു ഹെൽമെറ്റ് വാങ്ങി തന്നത്. തല പോണ്ട, വേറെ എവിടെ പോയാൽ മേളിലാച്ചിട്ട്. കാരണം അത് ഉണ്ടാക്കാൻ കഴിയില്ല, അതിന്റെ വയറിംഗ് ഒന്നും ഘടിപ്പിക്കാൻ കഴിയില്ല. പോയത് തന്നെ അല്ലേ? അങ്ങനല്ലേ? അത് തല നമ്മളെന്താ പറയല്, ആ അവസ്ഥ വന്നാലേ കഴിഞ്ഞ് ഫംഗ്ഷൻ നിന്ന് പോവുക. എന്താ നിങ്ങൾ പറഞ്ഞു? ഭയങ്കര സാധനം കേട്ടോ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് ഉപജീവനത്തിന് വേണ്ടിയാണ് അള്ളാഹു ആ സംഭവം ചെയ്തത്. ശക്തിമത്തായ 7 ആകാശങ്ങളെ പടച്ച തമ്പുരാൻ ഇതാ നിർത്തി തന്നിരിക്കുകയാണ്. നിങ്ങൾക്കുണ്ടാക്കിയ 7 ആകാശങ്ങൾ. എന്താണ് അവിടൊക്കെ നടക്കുന്നത്? ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുപ്പമുള്ള ഒരൊറ്റ നക്ഷത്രമുണ്ട് ആകാശത്ത്. അറിയോ? ഒരൊറ്റ നക്ഷത്രം ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടിയ വലുപ്പം. ഗാലക്സികൾ എത്രയാണ് നക്ഷത്ര കുടുംബങ്ങൾ? അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരൊറ്റ വെളിച്ചല്ലേ ഇവിടെ തരുന്നുള്ളൂ അള്ളാഹു. അത് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്, ലോകത്തിന് വെളിച്ചം കാണാൻ, ലോകത്തിന് ഒരൊറ്റ വെളിച്ചം. എല്ലാ ലോകത്തും വെളിച്ചം കാണും സൂര്യൻ എന്ന് പറയുന്ന റബ്ബിന്റെ വെളിച്ചം കൊണ്ട്. ആർക്ക് കൊണ്ടുവരാൻ കഴിയും കൂട്ടരെ? ആർക്ക് കൊണ്ടുവരാൻ കഴിയും അങ്ങനെ ഒരു വെളിച്ചം? ഒരു ചിന്ത ഒരു നേരം ചിന്തിക്കൂലേ? മനുഷ്യനായ ചിന്തിക്കില്ലേ? നേരം വെളുത്ത പണിക്ക് പോകാൻ വേണ്ടി മാത്രമാണോ? എങ്ങനെ നേരം വെളുത്തു? എങ്ങനെ രാത്രിയായി? പരിശോധിക്കണ്ടേ? അതാണ് അല്ലാഹു പറഞ്ഞത്, ഫൈലം പഠിക്കണം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതെങ്ങാനും 2-3 നാളുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ പണിക്കൊക്കെ വൃത്തിയാവും അല്ലേ? സൂര്യൻ ഒരാള്, നക്ഷത്രം വേറെ ആള്, മഴ പെയ്ക്കുന്നത് വേറെ ആള്, ഇതൊക്കെയാണ് വൃത്തിയാവും. ശരിയാ? എന്താ കാരണം അറിയോ? ഓലടയിൽ തർക്കം തുടങ്ങും. ഉറപ്പാണ്. ഇവിടെ ഭാര്യ ഭർത്താവും തന്നെ 2 കുട്ടികളാവുമ്പോഴേക്കും തർക്കം കൊണ്ട് തർക്കം നിവൃത്തിയില്ലാണ്ടപ്പോ ഇങ്ങനെ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഭാര്യയും ഭർത്താവുകയാണെന്ന് പറഞ്ഞങ്ങനെ പോവുകയാണ്. യഥാർത്ഥത്തിൽ വലിയ സന്തോഷം ഉണ്ടായിട്ട് പോകുന്നല്ല, ആണോ? അപ്പൊ ഇവിടെ പടച്ചോനും കൂടി 3-4 ഉണ്ടായിട്ടുണ്ടല്ലോ. ഓരോന്നിനും ഓരോ ആളാണെങ്കിൽ വൃത്തിയാവും. സമരം തുടങ്ങും അവിടെയും. കുറച്ച് കഴിയുമ്പോ ഗൾഫിലൊന്നും ആദ്യം സമരമില്ല, ഇപ്പൊ ഗൾഫിലും തുടങ്ങിയിരിക്കുന്നു. അറബികളെ ഞെട്ടിക്കാനുള്ള ആൾക്കാർ ഇവിടെ നിന്ന് പോയിക്കുന്നു. അപ്പൊ എന്തായിരുന്നാലും ഒരു വലിയൊരു, അതൊക്കെ അള്ളാഹ് പറയുന്നുണ്ട്, അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. ഏതായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പടച്ചമ്പുരാന്റെ ഒരൊറ്റ പ്രകാശം വരുമ്പോൾ ലോകം മുഴുവൻ വെളിച്ചം വന്നു. പടച്ച തമ്പുരാൻ അതാ ഇടതൂർന്നൊഴുകുന്ന വെള്ളം ആകാശം നിറക്കി തന്നു. സസ്യങ്ങളും പഴവർഗ്ഗങ്ങളും അതാ പടച്ച തമ്പുരാൻ അതിലൂടെ ഉൽപ്പാദിപ്പിച്ചു. നിരവധി ധാന്യങ്ങൾ മഴ പെയ്തപ്പോൾ ഉണ്ടായി.
ഈ ആകാശം 7 ആകാശത്ത് അല്ലാഹു നിർത്തിയിരിക്കുകയാണ്. സ്പേസിലാണ് നിർത്തിയിരിക്കുന്നത്. അല്ലാഹ് പഠിക്കണം. അന്ന സമാവാതി വൽ അർദ് കാനത്താ റത്ഖൻ, രണ്ടും ഒരു ഉണ്ടയായിരുന്നു. ഫഫതഖ്നാഹുമാ, രണ്ടിനെയും അല്ലാഹു വേർപെടുത്തി, ഒന്ന് ഭൂമിയാക്കി ഒന്ന് ആകാശമാക്കി രണ്ടാക്കി നിർത്തിയതാണ്. അത് ബിഗ് ബാങ് തിയറി അല്ല. ജോർജ് സ്ലാമൈറ്റ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച 19ാം ദശകത്തിലെ ആ ബിഗ് ബാങ് തിയറി അല്ല ഈ പറഞ്ഞത്. ആകാശവും ഭൂമിയും ഉണ്ടയായി നിൽക്കുമ്പോൾ അല്ലാഹു രണ്ടിനെയും രണ്ടാക്കി. അത് അല്ലാഹ് ചെയ്ത പണിയാണ്. എന്നിട്ട് പടച്ചമ്പുരാൻ പറയുകയാണ്, ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിൽ ആകാശത്തെ അല്ലാഹു തൂണുകളില്ലാതെ നിർത്തിയിരിക്കുകയാണ്. എങ്ങനെ? എന്താണ് അതിന്റെ തൂണ്? സയന്റിഫിക്കൽ ബാലൻസ്. മർദ്ദം അവിടെ നിർത്തിയതാണ്. അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് പിടിച്ചു നിർത്തിയത് അല്ലാഹു അവിടെ നിർത്തിയതാ. അല്ലെ ഓരോരോ കണ്ടങ്ങട് താഴ്ത്തു പോകും. നമ്മളിപ്പോ നമുക്കറിയാലോ, ഓരോരോ പാലുണ്ടാക്കും, പൊളിഞ്ഞെറ്റി പോകും. ഇപ്പൊ രണ്ടാമത് ഇപ്പൊ നമ്മളെ ഇതൊക്കെ അല്ലേ, നമ്മളെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കിയെ ഡാമേ, അതൊക്കെ ഇപ്പൊ നിങ്ങൾക്കറിയാലോ. ഈ പ്രപഞ്ചങ്ങാനോ അങ്ങനത്തെ 2 എഞ്ചിനീയറെ കൈമ കൊടുത്ത് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓരോ നക്ഷത്രം കാണാം, അവിടെ വീണ് ഇവിടെ വീണ്, ചന്ദ്രൻ അങ്ങോട്ട് വീണ്, സൂര്യൻ ഇങ്ങോട്ട് പോയി, അവിടെ കത്തി തീ പിടിച്ച് പറയില്ലേ. അതാ പടച്ചതമ്പുരാൻ. റബ്ബിനെ കുറിച്ചൊന്നും വെറുതെ ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞുള്ളൂ. പടച്ചതമ്പുരാൻ നമ്മളെ ചിന്തിപ്പിക്കുന്നു. അല്ലാഹു പറയുന്നു, ഭൂമിയുടെ സയന്റിഫിക്കൽ ബാലൻസ് തെറ്റാതിരിക്കാൻ, നിങ്ങളെയും കൊണ്ട് ആഞ്ഞും മുലഞ്ഞും ഭൂമി പോകാതിരിക്കാനാണ് പർവ്വതങ്ങൾ സ്ഥാപിച്ചത്. എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു അതിൽ വ്യാപിപ്പിച്ചു. ഇവിടെ എത്ര ജീവജാലങ്ങളാണ് അല്ലേ? ഏതെങ്കിലും ഒരു പോത്ത് ഇന്ന് വരെ ഒരു ട്രെയിൻ കണ്ടുപിടിച്ചില്ല, പ്ലെയിൻ കണ്ടുപിടിച്ചില്ല, ഉണ്ടോ? ഒരു ഗുളിക കണ്ടുപിടിച്ചില്ല. പോട്ടെ, ഏതെങ്കിലും ഒരു പോത്തിനറിയോ ഇവിടെ മൃഗാസ്പത്രിയിൽ? അറിയോ? അറിയില്ല. വയറുവേദന വന്നാൽ ഏതെങ്കിലും പോത്തിനറിയോ ഇന്ന പുല്ലുന്നതുകൊണ്ടാണ്, ഇന്ന പയറുന്നതുകൊണ്ടാണ്, ഇന്ന ഇല തിന്നതുകൊണ്ടാണ്? അറിയില്ല. പോത്ത് പിന്നെയും തിന്നത് തന്നെ കിട്ടിയാൽ അതിനറിയില്ല. ഇവിടെ മൃഗാസ്പത്രി ഉണ്ട്, ഇവിടെ എനിക്ക് വേണ്ടി ഡോക്ടർമാർ പ്രവർത്തിക്കുന്നുണ്ട്, എന്നൊന്നും അവർക്ക് അറിഞ്ഞൂടാ അല്ലേ? നമ്മളെ മുമ്പ് കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം അനങ്ങാണ്ട യാത്ര ചെയ്യാണ് മൈലുകളോളം. ശരീരം അനങ്ങണ്ട. ബാക്കി ജീവികൾക്ക് ദൂരത്തേക്ക് പോകണമെങ്കിലോ കാക്കണയും സ്വന്തം പറക്കണം, വേണം, അവന്റെ ശരീരം ഇളക്കണം അല്ലെ? നമുക്കാണെങ്കിലോ ട്രെയിനിലടക്കം കയറി കുത്തുന്നാ മതി, എന്നിട്ട് വടായി പൊട്ടിച്ചാൽ കുത്തിരുത്താൻ മതി അല്ലെ? എത്തണ്ടോടത്ത് അങ്ങനല്ലേ? മൃഗവും മനുഷ്യൻ നമ്മൾ വ്യത്യാസം. വലിയ അത്ഭുതല്ലേ? ഈ ജീവികളൊക്കെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ അത്ഭുതം തോന്നിപ്പോയി. പിന്നെ ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅൻ, മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാ. അപ്പൊ ഒരാൾ വെച്ചെന്തിനാ മൂർഖൻ പാമ്പിനെ നമ്മളെ കൊല്ലാനോ? അതല്ലേ, നമ്മൾ ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു, ആ കാർബൺ ഡൈ ഓക്സൈഡ് ഓലെടുത്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അതാണ് ക്ഷുദ്രജീവികൾ ചെയ്യുന്നത്. അത് സേവനാണ്, അറിയില്ല. എപ്പോഴെങ്കിലും ഒരു പാമ്പ് ആരെങ്കിലും കടിച്ച് ആരെങ്കിലും മരിച്ചു വാർന്നുള്ള സത്യ. കോടിക്കണക്കിന് ആൾക്കാരും ജീവിക്കുന്നവനാ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഭൂമുഖം മുഴുവനും കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞില്ലേ അല്ലേ? ലക്ഷക്കണക്കിന് വാഹനങ്ങളല്ലേ ഓടുന്നത്, അതിൽ നിന്നൊക്കെ തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? രാവിലത്തേക്ക് അതെന്ത് ചെയ്യണം? ഫിൽട്ടർ ചെയ്യണം. ആര് ഫിൽട്ടർ ചെയ്യും? ആരാണത് ക്ലീൻ ചെയ്യുന്നത്? ശുദ്ധവായു ആക്കുന്നത്. നേരം വെളുക്കുമ്പോഴേക്കും ശുദ്ധവായു. ആളുകൾ നടക്കാൻ പോകുമ്പോ എന്താ പറഞ്ഞല്ലോ, ഒരു സമാധാനാണ്. എന്താണ് ആ ശീതളമായ വായു? സമാധാനമായി പോയിട്ടോ. അത് പടച്ചു തമ്പുരാൻ രാവിലത്തേക്ക് ശരിയാക്കുകയാണ്. അതിന്റെ ക്രമീകരണം ഈ പ്രപഞ്ചത്തിൽ ചെയ്തു വെച്ചവനാണ് റബ്ബ്. ആ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലൂടെ മുസ്ലിം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കേട്ടോ. ഏതായിരുന്നാലും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആകാശത്ത് വെള്ളമിറക്കി, എല്ലാ മാന്യമായ ഇണകളെയും അതുമൂലം ഉൽപ്പാദിപ്പിച്ചു. ഇണകളെ ശാസ്ത്രമൊക്കെ കണ്ടെത്തിയിട്ട് എത്ര കാലമായിട്ടുള്ളൂ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറയുന്നതാണ്. ലോകത്ത് എല്ലാ സസ്യലതാദികളും ഇണകളാണ്, ആണും പെണ്ണുമാണ്. അങ്ങനെ ഇണകളായി സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉൽപാദനം കൂടി. നമ്മൾ കൈപ്പക്ക, കോവക്ക, വെണ്ടക്ക എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയും ഇതൊക്കെ മുസ്ലിങ്ങളെ പേരാണ്. കാക്ക എന്നുള്ള വിളിക്കുന്നത്. വെണ്ടക്ക, കോവക്ക, പാവക്ക, കൈപ്പക്ക അല്ലേ?
കാക്കാതെ വിളിക്കുന്നവിടെ ഓല ചേർന്നാണ്. ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടി, അങ്ങനല്ല കേട്ടോ. ബണ്ടായച്ചൻ, കൈപ്പായച്ചൻ അങ്ങനെ പറയുന്നില്ലല്ലോ. അത് ആരോ പറഞ്ഞതാ, കാക്കാതെ വിളിച്ചതല്ല. നമ്മള് ഒരു കാക്കാതുമല്ല. മറ്റുള്ളവര് നമ്മളെ കാണുമ്പോ വെറുതെ കോയക്കാളിക്കും, നമ്മള് കോയക്കുക. അതോട്ടാ അപ്പോ ശ്രദ്ധിക്കുക, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പടച്ചതമ്പുരാനുമായുള്ള ബന്ധം പുലർത്താൻ പ്രപഞ്ചത്തിന് ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക. നമ്മളെ മാത്രമല്ല എല്ലാ സസ്യലതാദികളെയും ഇണകളായി സൃഷ്ടിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോട് അള്ളാഹു പറയുകയാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നു, സമുദ്രങ്ങളുണ്ട് ഇവിടെ. ഏതെല്ലാം തരത്തിലുള്ള സമുദ്രങ്ങളാണ് നമുക്കറിയാം. ശുദ്ധവെള്ളം ഒഴുകുന്നതുണ്ട്, ഉപ്പുജലം ഒഴുകുന്നുണ്ട്, ചവർപ്പ് രസമുള്ളതുണ്ട്. ഈ സമുദ്രങ്ങളെല്ലാം ഒഴുക്കിവിട്ട മറജൽ ബഹ്റൈൻ യൽതഖിയാൻ, തൊട്ടുരുമ്മി രണ്ട് സമുദ്രങ്ങളെ ഒഴുക്കിവിട്ട പടച്ചതമ്പുരാൻ. ആ പടച്ചതമ്പുരാൻ ഇതെല്ലാം സൃഷ്ടിച്ചു, മനുഷ്യരെ സൃഷ്ടിച്ചു. ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കി തന്നുകൊണ്ട് അള്ളാഹു പ്രപഞ്ചത്തെ ഒരുക്കി തന്നതിന് ശേഷം പറയുന്നു, ഇതൊക്കെയും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതെല്ലാം ശക്തികളും വ്യക്തികളും ഉണ്ടോ, അവരൊക്കെയും സൃഷ്ടിച്ച ഒരു വസ്തുവിനെ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അള്ളാന്റെ ചോദ്യം. മിണ്ടാട്ടമില്ല. ഒരു കുട്ടിക്ക് പറയാൻ കഴിയുമോ ഇന്ന ജീവിയെ ഞങ്ങൾ സൃഷ്ടിച്ചതാണ്? ആർക്കും അവകാശമില്ല. അല്ലാഹു പറഞ്ഞു, അക്രമികൾ വ്യക്തമായ വഴികേടിലാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാൻ ചോദിക്കുന്നു നമ്മളോട്, മനുഷ്യരോട്. അല്ല വിളിച്ച് പറഞ്ഞത് മുസ്ലിങ്ങളോടല്ല, ഹൈന്ദവരോടല്ല, ക്രൈസ്തവരോടല്ല, ബുദ്ധരോടല്ല, ജൈനരോടല്ല, ഏതെങ്കിലും വർഗ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല വിളിച്ചത്. അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും. ഈ സൗകര്യങ്ങളൊക്കെ പ്രപഞ്ചത്തിൽ ഒരുക്കി തന്ന പടച്ചവനോട് മാത്രം നിങ്ങളുടെ ആരാധനകളും പ്രാർത്ഥനകളും നിങ്ങൾ നിർവഹിക്കണം. അത് പറഞ്ഞതിന് ശേഷം അല്ലാഹ് ചോദിക്കുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹ് പോരെ? സൂറത്ത് സുമറിലെ ഈ ആയത്ത് നെഞ്ചിലേറ്റണം നിങ്ങൾ. അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹ് പോരെ? ഈ ഇതെല്ലാം ചെയ്തു തന്ന റബ്ബ് പോരെ? എന്നിട്ട് അല്ലാഹു പറയുകയാണ്, യുഹഫിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെയുള്ളവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവർ മുഹമ്മദ് നബിയെ പേടിപ്പിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. പടച്ചോനെ മാത്രം തന്നെ ആളുകൾക്കൊന്നുമില്ല, പേടിപ്പിക്കാൻ മറ്റേനെ കൊണ്ടാ. മൊയ്തീൻ ശേഖ്, ബദരീങ്ങൾ, മമ്പർത്തങ്ങൾ, ജാറം, പടച്ചോനെ പിടിച്ച് ഹത്യ ചെയ്യാൻ പറഞ്ഞു നോക്കിയത്. എന്താ വല്ലാഹി സത്യം. എന്നാ നമുക്കൊന്ന് ഷെയ്ഖിന്റെ അള്ളിക്ക് പോകാൻ ഹത്യ ചെയ്യാനാണല്ലോ. അത് പറ്റൂല. എന്താ പേടിപ്പിക്കുക? ഓല പേടിയാ. അതാണ് ഖുർആൻ പറഞ്ഞത്. മുഹമ്മദ് നബിയെ അവർ പേടിപ്പിക്കുകയാണ്. അല്ലാഹ് പറയാണ്, പടച്ച തമ്പുരാൻ ആ നിലക്കാരെങ്കിലും വഴിപിഴപ്പിച്ചാൽ അവന് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ ലോകത്താർക്കും കഴിയുകയില്ല. അപ്പൊ അള്ളാന്റെ ചോദ്യം എന്താണ്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. മറുപടി അല്ലാഹു സൂറത്ത് തൗബയിൽ പറഞ്ഞു, പറയണം കൂട്ടരെ, ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു മതി എനിക്ക്, ആരാധ്യനായ അവൻ ഏകനായ റബ്ബാണ്, അവൻ മതി എന്ന് നിങ്ങൾ പറയുക. അലൈഹി തവക്കൽതു, ജീവിതത്തിന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവനിൽ നിങ്ങൾ ഭാരമേൽപ്പിക്കുക. വഹുവ റബ്ബുൽ അർശിൽ അലീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനാണ്. ആ അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ച് ജീവിക്കണം. ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ പറയുന്നു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, അല്ലാഹു മതിയോ? ഞങ്ങൾക്ക് അല്ലാഹു മതി. ഭാരമേൽപ്പിക്കുവാൻ അനുഗ്രഹീതനായ അല്ലാഹു മതി നമുക്ക്. ഈ സന്ദേശമെല്ലാം ഉൾക്കൊണ്ട ഈ കാര്യങ്ങളെല്ലാം പഠിച്ച ആദ്യത്തെ ഒരു വനിത, അവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദുമായി സമൂഹത്തിന്റെ മുമ്പിൽ കടന്നു വന്നപ്പോൾ, ആ സത്യം ഗ്രഹിച്ചപ്പോൾ, മനസ്സിലായപ്പോൾ അത് ഉൾക്കൊണ്ടു അടിമയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ,
ആദ്യമായി ഇസ്ലാമിന് വേണ്ടി രക്തം അവസാനിപ്പിച്ച ഭൂമിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വേണ്ടി ആത്മാവിനെ സമർപ്പിച്ച ആദ്യത്തെ വനിത സുമയ്യ റളിയല്ലാഹു അൻഹാ, അബൂജഹലിന്റെ അടിമ. ലാത്തയെടുത്ത് വീട്ടിൽ നിന്നും വലിച്ചെറിയുന്നു സുമയ്യ. രംഗം കണ്ട അബൂജഹൽ ക്രൂരനായി അവരെ മർദ്ദിക്കുന്നു. ചാട്ടവാറുകൊണ്ട് ശരീരം മുഴുവനും മിന്നൽ പിണർ സൃഷ്ടിച്ചുകൊണ്ട് അടിക്കുകയാണ്. അടിയുടെ വേദനയിൽ പുളകം കൊള്ളുമ്പോൾ അല്ലാഹു അഹദ് അല്ലാഹു അഹദ്, ആ ശബ്ദം ഈ പ്രപഞ്ചത്തിന്റെ ഓരോ മണൽത്തരികളെയും കോരിത്തെരിപ്പിച്ചുകൊണ്ടായിരുന്നു ആ ശബ്ദം. അബൂജഹൽ അതിശക്തമായി മാരകമായി പീഡിപ്പിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മനസ്സിലാക്കിയ സുമയ്യയെ വേർതിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. നമുക്കൊരു വീട് കൊണ്ട് വേർതിരിപ്പിക്കാം, ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ വേർതിരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ജീവൻ അല്ലാഹുവിന് നൽകുകയാണ്. താൻ ഉൾക്കൊണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വേണ്ടി മരിക്കാൻ തയ്യാറായ സുമയ്യ ബീവിയെ അബൂജഹൽ അതിശക്തമായ മാരകമായ മൂർച്ചയേറിയ അരിവാൾ കൊണ്ട് ആ മഹദിയുടെ 2 കാലും വെട്ടിമുറിച്ചു. രക്തത്തിൽ തളം കെട്ടിക്കിടക്കുന്ന ആ സ്ത്രീ പറയുന്നു അല്ലാഹു അഹദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രപഞ്ചത്തിന് ഒരു ആരാധനയുള്ളൂ. ലാത്തയും മുസ്സയും മനാത്തയും വദ്ദും സുബാവും ഒക്കെ ഇബാദുൻ അംസാൽന, നമ്മളെപ്പോലുള്ള ദാസന്മാരാണ്, ആരാധിക്കപ്പെടാൻ പറ്റില്ല. 2 കാലും പോയി. ആ 2 കാലും പോയ സന്ദർഭത്തിൽ ലാത്ത എന്ന് പറയുന്ന വിഗ്രഹത്തെ അബൂജഹൽ സുമയ്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, വിടിയളി ലാത്ത എന്ന്, ലാത്തയെ കാക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ. ആ നാവിൽ നിന്ന് ശിർക്കിന്റെ ശബ്ദം വന്നില്ലെന്ന് മാത്രമല്ല, അല്ലാഹു അഹദ് എന്ന കലിമത്ത് തൗഹീദ് വിണ്ണും വിഹായസും മുഖരിതമാവുകയാണ്. സുമയ്യ ബീവിയുടെ ആ രോദനം അബൂജഹലിന് ആക്രോശം ഉണ്ടാക്കുകയാണ്. അദ്ദേഹം ആ അരിവാൾ കൊണ്ട് കൈ 2 വെട്ടിമാറ്റി. നിങ്ങൾ അറിയണം, കൈ 2 വെട്ടിമാറ്റി. എന്തിനു വേണ്ടി? ആദർശത്തിന് വേണ്ടി. കൈയും കാലും നഷ്ടപ്പെട്ട ആ സ്ത്രീ രക്തം വാർന്നൊഴുകുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അബൂജഹൽ കൂർത്തുമൂർത്ത ഒരു ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടുവന്ന് ആ സുമയ്യ ബീവിയുടെ ജനനേന്ദ്രിയത്തിലേക്ക് കുത്തിക്കയറ്റി അവസാനത്തെ ശ്വാസം അവസാനിപ്പിച്ചതിന് ശേഷം അവിടുന്ന് യാത്ര പോവുകയാണ്. അത്രമാത്രം ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചത്. അറിയാമോ, നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ചതിന്റെ പേരിൽ മൂക്കിന്റെ കൊടി വിയർക്കാൻ പോലും തയ്യാറാകാത്തവർ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴേക്കും എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നമ്മളിങ്ങനെ ഒറ്റക്കെട്ടായി പോണ്ടിയോലല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ചു. ചില മുസ്ലിയാക്കന്മാര് പറയാറുണ്ട്, ലാത്തയും മുസ്സയും മനാത്തയും ഒക്കെ പടച്ച തമ്പുരാൻ അവർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് ഒരു സഹായം ചോദിച്ചതാണ്, അതിനൊന്നും വിരോധമില്ല എന്ന് പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർ വരെ രംഗത്ത് വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സുമയ്യ സമ്മതിക്കുമോ? ഒരു നിലക്ക് സമ്മതിച്ചാ പോരെ? അള്ളാഹു കൊടുത്ത കൈകൊണ്ടാണോ പറയാലോ? അതിന് വിരോധമല്ലാതാണല്ലോ. മൊയ്തീൻ ശേഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല എന്ന് പറയുന്ന പൗരോഹിത്യം ഇവിടെ നിന്ന് വിറക്കുമ്പോൾ സുമയ്യ ബീവിയുടെ ശരീരം അവിടെ നിന്ന് രോദനം കൊള്ളുന്നുണ്ടാവും. കേട്ടോ, ഇസ്ലാമിനെ കുറിച്ച് അറിയുക, പഠിക്കുക, ജീവിതത്തിൽ പകർത്തണം. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പടച്ച തമ്പുരാന്റെ മാർഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാര്യവും കൂടി അവസാനമായി ഉണർത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ് ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത്. ആ അവസരത്തിൽ കലീമുല്ലാഹ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറഞ്ഞു, ഖാല മൂസ യാ റബ്ബി അല്ലിംനി ഷൈഅൻ അദ്കുറുക വഅദ്ഉക ബിഹി. പടച്ചവനെ, നിന്നെ പ്രാർത്ഥിക്കാൻ, നിന്നെ സ്മരിക്കാൻ, പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതല്ലാത്ത, എല്ലാവരും പറഞ്ഞ അതല്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അല്ലാത്ത ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം തമ്പുരാനെ. മൂസാ നബിയുടെ ആവശ്യം. അല്ലാഹു പറഞ്ഞു, ഖുൽ യാ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ യാ ഖാല യാ റബ്ബി ഖുൽ ഇബാദിക്
യഖൂലുന ഹാദാ, എല്ലാ ദാസന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ് ഈ രാജ്യത്തോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മറ്റൊന്ന് പറഞ്ഞു തരണം. അള്ളാന്റെ മറുപടി, യാ മൂസ, അല്ലയോ മൂസേ, ലൗ അന്ന സമാവാതി സബ് വആമിറഹുന്ന ഗൈരി, ആകാശങ്ങളും ആ ഏഴാകാശങ്ങളിൽ വസിക്കുന്ന മുഴുവൻ മലക്കുകളും ജിന്നുകളും ഒക്കെ ഒരു തട്ടിൽ ഞാൻ ഒഴികെയുള്ള, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും അതിലെല്ലാം ജീവിക്കുന്ന ജീവജാലങ്ങളും ഒരു തട്ടിലും, എന്നൊരു മറുതട്ടിലും വെച്ചാൽ ഇതിനെയെല്ലാം വെല്ലുന്ന ഭാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദുണ്ട്. എന്ത് പറയുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വെയിറ്റ് മനസ്സിലായി. ആകാശവും ഭൂമിയും അവയെല്ലാം ഉൾക്കൊള്ളുന്ന മുഴുവൻ വസ്തുക്കളെയും ഒരു തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മറുതട്ടിൽ വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അതിനേക്കാൾ ഭാരമുണ്ടാകും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ പ്രബോധനം ഒരു കാലഘട്ടത്തിൽ ഒരു നിമിഷം നിർത്തിവെച്ചാൽ രാജ്യത്തുള്ള മനുഷ്യന്റെ മുഴുവൻ ചിന്തയും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഗവർണറായി നിശ്ചയിച്ചപ്പോൾ ലമ്മാ ബാസ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദൻ ഇലൽ യമൻ, യമനിലേക്ക് ഗവർണറായി നിശ്ചയിച്ചപ്പോൾ പ്രവാചകൻ ഖാല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, നീ ചെല്ലുന്നത് വേദഗ്രന്ഥത്തിന്റെ അനുയായികളുടെ നാട്ടിലേക്കാണ്. അതുകൊണ്ട് ഫൽയകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലേക്ക് അവരെ ക്ഷണിക്കണം. എന്നാലേ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ശരിയാവുള്ളൂ. എല്ലാ അമലും അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ താക്കോലാണ്. അതില്ലെങ്കിൽ സ്വർഗ്ഗം തുറക്കാൻ കഴിയില്ല. ലിക്കുല്ലി മിഫ്താഹിൻ അസ്നാൻ, എല്ലാ താക്കോലുകൾക്കും ചില പല്ലുകളുണ്ട്. അതിന്റെ പല്ലുകളാണ് ഞാൻ ഇപ്പോൾ വിശദീകരിച്ചത്. ആ പല്ലും ക്ലിയർ അല്ലെങ്കിൽ ആ താക്കോല് കൊണ്ട് സ്വർഗം തുറക്കാൻ കഴിയില്ല. അപ്പൊ സ്വർഗം തുറക്കാൻ കഴിയുന്ന ഒരു താക്കോല് ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് നിങ്ങൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തിൽ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. അതാറില്ലേ? ഇന്നല്ലദീന ആമനൂ, തീർച്ചയായും തൗഹീദാകുന്ന വിശ്വാസം ഉൾക്കൊള്ളുകയും വഅമിലുസ് സ്വാലിഹാത്തി, പ്രവാചകന്മാർ പഠിപ്പിച്ചെന്ന സൽക്കർമ്മം ഉൾക്കൊള്ളുകയും ചെയ്താൽ കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ്, അവർക്കുള്ളതാണ് ഫിർദൗസ് എന്ന സ്വർഗം. ആ സ്വർഗത്തെ പറ്റി ഖുർആൻ പറഞ്ഞെന്താ അറിയോ? നുസുല, അല്ലാഹുവിന്റെ വിരുന്ന് സൽക്കാരമാണ് അവർക്കുള്ളത്. നുസുല, വിരുന്ന് സൽക്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് വിരുന്നിന് പോയാൽ അവിടുന്ന് ഒരു സൽക്കരിക്കുന്നത് നമ്മളെ പ്രവർത്തനത്തിന്റെ ഫലമായി തരുന്നതല്ല. ആണോ? അല്ല, അത് റബ്ബിന്റെ സൽക്കാരം എന്ന് പറയുന്ന അർത്ഥം എന്താ? നിങ്ങളുടെ അമലോണ്ടല്ല, ഫദ്ലൻ വറഹ്മത്തൻ മിനല്ലാഹ്. അതാണ് ആ സ്വർഗം. ആ സ്വർഗത്തിൽ കയറുക എന്നതാണ് ഈ ലോകത്തുള്ള മനുഷ്യരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ബാക്കി വീടുകളും മണിമേടകളും കൊട്ടാരങ്ങളും വാഹനങ്ങളും സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം ആ താട കെട്ടി നമ്മൾ അവസാനം പോകുമ്പോൾ വരെ നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ അവിടെ വിട്ടേച്ച് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ലോകത്തേക്കുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിഴവ് വരാതെ സൂക്ഷിക്കുക. ഏത് സമയത്തും അതിന് പിഴവുകൾ സംഭവിക്കും. അതുകൊണ്ട് പടച്ചവനോട് സദാസമയവും പ്രാർത്ഥിക്കുക, നാഥ, ഈ പ്രപഞ്ചത്തിന്റെ നാഥ, ഞങ്ങൾക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന നാഥ, നിനക്ക് നന്ദി കാണിച്ച് നിന്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ഭൂമുഖത്ത് ജീവിച്ചു മരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവസാനത്തെ ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഭൂമിയിൽ നിന്ന് ശ്വാസം നിലക്കുന്നതിന് മുമ്പ് പറയാൻ സാധിച്ചാൽ, അതെല്ലാവർക്കും ഒന്നും പറയാൻ കഴിയില്ല. ചിലരൊക്കെ പറയും എന്റെ വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നേരത്തെ പറഞ്ഞതാ, മരിക്കണ സമയത്തുള്ളത് പറഞ്ഞത് വേറെ തന്നെ കേട്ടോ. നേരത്തെ ഇങ്ങനെ പറഞ്ഞേക്കണുണ്ട്. ഈ മരണത്തിന്റെ വേദന അങ്ങോട്ട് വന്നപ്പോൾ ആ ശബ്ദം നിൽക്കാൻ വേണ്ടേ. നിങ്ങൾ കണ്ടില്ലേ ചില ആൾക്കാരൊക്കെ പണിയെടുക്കുമ്പോ ഓരോരോ പാട്ട് പാടുന്നത് അല്ലേ? ഇപ്പൊ നമ്മളെ കൊയ്യുന്ന ആൾക്കാരൊക്കെ ഒരു പാട്ട് പാടും, അതുപോലക്ക് പണി എളുപ്പം കിട്ടാൻ വേണ്ട കേട്ടോ. അങ്ങനെയല്ല, ഇത് ഇഖ്ലാസ് വേണം, ഇതിന് ഇഹ്സാൻ വേണം. മനസ്സിലല്ലേ? കൊയ്യുന്ന ആൾക്കാരില്ലേ,
പാട്ടുകളെ പാടും. കുത്തിരി കുത്തിരി കുഞ്ഞാത്തൂനെ തത്ര തത്ര പൊന്നാത്തൂനെ നാത്തൂനമ്മേ മൂത്തത് ഞങ്ങളെ തന്നെ വേണ്ടല്ലോ, ഞങ്ങളെ തന്നെ വേണ്ടെങ്കിൽ നീ അങ്ങോട്ട് പോയിക്ക, ഞാൻ നാളെ പോയാല് കുട്ടിനെ തട്ടാൻ ആരാണ്? കൊയ്തേറ്റ് യാതൊരു ബന്ധുവില്ല. ഈ കൊയ്യുന്ന സാധനമായിട്ട് ഈ പാട്ടിനൊരു അർത്ഥമില്ല. അതങ്ങനെ പാടുന്ന എന്തിനാ വെച്ചാൽ അതുപോലെ ചിലവര് മരിക്കുന്നതിന് മുമ്പ് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചില മക്കൾ പറഞ്ഞു കൊടുക്കും ബാപ്പനോട്, ചെല്ലിയും ബാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയാൾ ഇടങ്ങറായിക്കണം. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ ആയിട്ടില്ല, ആകാത്തോനോട് പറഞ്ഞു കൊടുക്കും ചെല്ലിയും ബാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അയാൾക്കിണ്ടാണ് ദേഷ്യം. എത്ര അറിയുള്ളൂ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ട സമയമാവുമ്പോണ്ടല്ലോ, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മരിക്കുന്ന സമയത്ത് പരലോകത്തേക്കുള്ള ഒരു മറ മനുഷ്യന്റെ മുമ്പിൽ വന്ന് വീഴും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നെഞ്ചിലേറ്റിയവർക്ക് മാത്രമേ അത് പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നെഞ്ചിലേറ്റി ജീവിക്കുന്നതിനിടയിൽ ചില തെറ്റുകളും പോരായ്മകളും വൈകല്യങ്ങളും ഒക്കെ മനുഷ്യ സഹജമായി വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അസ്അദുൻ നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. മനസ്സിന്റെ ഉൾത്തടത്തിൽ നിന്ന് റബ്ബിനെ മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തദനുസൃതമായ വിശുദ്ധി ജീവിതത്തിൽ പുലർത്തി ജീവിച്ച മനുഷ്യൻ, അവന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ നാളെ ശുപാർശ പറയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ. ആ ശുപാർശ ലഭ്യമാകുന്ന അവസാനത്തെ കലിമത്തു തൗഹീദ് ഈ ഭൂമുഖത്ത് ഉച്ചരിച്ച് യാത്ര പോകാൻ കഴിയും വിധം പ്രപഞ്ചത്തെ പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുവാൻ റഹ്മാനായ തമ്പുരാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സാലിഹായ അമലുകൾ മനുഷ്യകുലത്തിന് ഉപകാരപ്രദമായി തീരുകയും അവരുടെ ചിന്തക്കും ബുദ്ധിക്കും ഇത് കാരണമായി തീരുകയും അങ്ങനെ അവർ ധാർമ്മികമായി നന്മയിലേക്ക് കടന്നു വരികയും ചെയ്യാൻ ഈ സംരംഭത്തിന് അള്ളാഹു അവസരം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ സംരംഭത്തിൽ പ്രവർത്തിച്ച ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഓടി നടന്ന് ഇന്ന് ഖബറിലേക്ക് യാത്രയായ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മോട് യാത്രമായ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് ഈ പ്രബോധനത്തിന് വേണ്ടി ഓടിക്കിലച്ച് നടക്കുന്ന നമ്മുടെ പ്രവർത്തനത്തിന്റെ അംശത്തിൽ നിന്ന് അവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കും. ആ പ്രതിഫലം അവർക്കും ലഭ്യമാകും വിധം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ആരോഗ്യമില്ലാതെ കഷ്ടപ്പെട്ട് ആശുപത്രികളിലും വീടുകളിലും വിഷമവും കഷ്ടപ്പാടുകളും അനുഭവിച്ച് വേദന തിന്നുന്ന ആളുകൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. പടച്ച തമ്പുരാന്റെ പ്രിയപ്പെട്ട തോഴന്മാരായി ഭൂമുഖത്ത് ജീവിച്ച് അല്ലാഹുവിന്റെ പരലോകത്തെത്തുമ്പോൾ കർമ്മരേഖ വലങ്കൈ കൊണ്ട് സ്വീകരിച്ച് സ്വർഗം പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖ്വകളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.